എഴുതാപ്പുറം വായിക്കുന്നതിനാ ഇപ്പൊ മുഖ്യമന്ത്രി അല്ല തീരുമാനിച്ചുള്ളൂ, ബാക്കി കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കണ്ടേ. എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? അദ്ദേഹം പുറകോശത്തൂടെ പോയത് അദ്ദേഹം പലപ്പോഴും ആ വഴി ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം പോയി എന്താ അദ്ദേഹത്തിന്റെ വീട്ടിലെ വഴിയിൽ ഉപയോഗിച്ചത്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. കാലവിളംബം ഉണ്ടായെന്ന് പറയാൻ സാധിക്കില്ല. കെ.സി. വേണുഗോപാലിനെ അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം എം.എൽ.എമാരും അതുപോലെ ജനപ്രതിനിധികൾക്കും ഉണ്ടെന്ന് കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെയാണല്ലോ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ 11 ദിവസം എടുത്തത്. പക്ഷേ എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഈ കാര്യത്തിൽ സുചിന്തിതമായ ഒരു തീരുമാനമെടുത്തത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ശ്രീമാൻ വി.ഡി. സതീശൻ ജനവികാരം മനസ്സിലാക്കാൻ കോൺഗ്രസിന് 11 ദിവസം എടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും അധികം ഒരു ശ്രദ്ധ അദ്ദേഹം കേന്ദ്രീകരിച്ചത്. മുല്ലപ്പള്ളി അടക്കം ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്ക് വേദന ഉണ്ടാക്കിയുള്ള തീരുമാനമാണ്. സംസ്ഥാനത്തുടനീളം അദ്ദേഹം ഓടി നടക്കായിരുന്നു. അതോടൊപ്പം ശ്രീമാൻ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ പങ്കാളിത്തം അത് നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാൻ സാധിക്കില്ല. സൈബണാക്രമണം ആർക്കും ചെയ്യാവുന്നതല്ലേ. യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും? അധികാരം കിട്ടുമ്പോൾ മുഖ്യമന്ത്രി കസേര വേണമെന്ന പിടിവാശിയാണ് രമേശ് ചെന്നിത്തലക്ക്. എല്ലാവരെയും തുല്യമായിട്ട് കണക്കാക്കണം. പക്ഷേ സൈബറിൽ അവരുടെ കഴിവുകളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇകഴ്ച സംസാരിക്കുക എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ സ്വഭാവം ആരുടെ ഭാഗത്തുനിന്നാലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇനിയുള്ള 5 വർഷം വി.ഡി. സതീശനെ അനുസരിച്ച് മതിയാകും. കേരളത്തിലായി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരിക്കുന്നു. വി.ഡി. സതീശനെയാണ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. സംതൃപ്തരാണ്. ഏറ്റവും കൂടുതൽ വി.ഡി. സതീശനെ എതിർത്ത ഒരു മുതലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ മുഖമാണ് ഈ തെരഞ്ഞെടുപ്പ്. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതുപോലൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അത് ശരിയാണ്. കേരളത്തിലെ ജനങ്ങൾ എല്ലാം കണ്ടതാണ്. പോസ്റ്റർ ഒട്ടിച്ചതും ജാഥ വിളിച്ചതും എല്ലാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എങ്ങനെയെന്നതിൻ്റെ ഒരു റോൾ മോഡലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ പ്രത്യേകമായി പത്രത്തിൽ എഴുതണം. തീർച്ചയായിട്ടും അതാണ് പത്രത്തിൽ എഴുതിയ ജനങ്ങൾ എല്ലാം വിശ്വസിക്കും. പ്രശ്നം ഇത്രയും വഷളാക്കിയതിൽ സുധാകരനും നല്ല പങ്കുണ്ട്. കെ.സി. വേണുഗോപാലായിരുന്നു എം.എൽ.എമാരുടെ പിന്തുണ പരിഗണിക്കണമെന്ന് അങ്ങ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ അതിനൊന്നും ഇനി പ്രസക്തിയില്ല. സുധാകരൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു രമേശ് ചെന്നിത്തലയോ വേണുഗോപാലിനെയോ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി. എത്ര പെട്ടെന്നാണ് നിറം മാറുന്നത്. ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോഴെല്ലാം ചോദിക്കാറുണ്ട്, ഇതിന്റെ തീരുമാനം, ഫൈനൽ തീരുമാനം ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അവസാനത്തെ തീരുമാനം. സുധാകരൻ പറഞ്ഞത് ശരിയാണ്. മന്ത്രിയാകാൻ വേണ്ടി കുറെ ഓടി നടന്നിരുന്നു. അവസാനം ഹൈക്കമാൻഡ് അവിടുന്ന് അടിച്ചോടിച്ചു. അതിനനുസരിച്ച് നിങ്ങൾ ദൃശ്യമായി പാർട്ടിയല്ലേ, നമ്മളൊരു പാർട്ടിയല്ലേ. പാർട്ടീൻ്റെ അകത്ത് പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്താൽ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ പാർട്ടിക്കകത്ത് നിൽക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? ശരിയാണ്. ഹൈക്കമാൻഡിനെ തിരുത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു, ഒന്നും നടന്നില്ല. ഇപ്പോൾ പിന്നെ അംഗീകരിച്ചില്ല മതിയാവും. അങ്ങ് കെ.സിയുടെ പേര് നിർദ്ദേശിച്ചിരുന്നു ഒരിക്കൽ പറയുന്നുണ്ട്. അതിന് വീട് വരുന്നതുകൊണ്ട് അതിന്റെ എല്ലാവരും ഒരുപോലെയല്ലേ. ഇവർ രണ്ടുപേരും നമ്മളെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 തൂണുകളല്ലേ. നമുക്കെന്താ അതിനകത്ത് കുറവ്? ആദ്യം പറഞ്ഞു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം, പിന്നെ പറഞ്ഞു കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം. സതീശനെ ഇയാൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടേ ഇല്ല. ഇപ്പോൾ നിലപാട് മാറി. രമേശ് ചെന്നിത്തല പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നല്ലോ. രമേശ് ചെന്നിത്തല പരിഗണിക്കാത്തതിൽ പരിഭവിച്ചുകൊണ്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ, നിയമസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. എനിക്കതിനെക്കുറിച്ച് അറിവില്ല. രമേശ് ചെന്നിത്തല മാറി നിന്നാൽ അദ്ദേഹത്തിന് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. കാരണം നല്ലൊരു മന്ത്രിസഭയിൽ അംഗമാകാനുള്ള നല്ലൊരു ചാൻസ് തന്നെയാണ്. നല്ലൊരു വകുപ്പും കൂടി കിട്ടിയതിന് രമേശ് ചെന്നിത്തല മാറി നിൽക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരുപാട് നമ്മൾ ഉപയോഗപ്പെടുത്തിയതാണ്. അത് നാളെയും നമുക്ക് ലഭിക്കണമെന്നാണ് ഞങ്ങളെയൊക്കെ ആഗ്രഹം. നമ്മളൊക്കെ ഉണ്ടല്ലോ കോൺഗ്രസിനകത്ത്, നമ്മളൊക്കെ ഇല്ലേ. നമ്മളെ ബന്ധുക്കളും ബഹളാക്കി ഒന്നും ആക്കിയില്ലല്ലോ. അപ്പം ഞങ്ങൾക്കും കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കണം. ആ പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. അത് കിട്ടിയാൽ നമ്മളത് ഉപയോഗിക്കും. അതെ, ഇനിയിപ്പോൾ വേറെ ലക്ഷ്യമൊന്നുമില്ല. കൂട്ടായി ഒരു നല്ല ഭരണം അങ്ങോട്ട് ഉണ്ടാക്കുക. അത് ശരിയായ നടപടിയാണോ? അതിലൊന്നും പറഞ്ഞത് ശരിയില്ല. ലീഗിന് സ്വാതന്ത്ര്യമില്ലേ പറയാൻ? ലീഗിന് സ്വാതന്ത്ര്യം. തീർച്ചയായും സുധാകരൻ പറഞ്ഞത് ന്യായമാണ്. ലീഗിന് പറയാനുള്ള അധികാരമുണ്ട്. അത് ലീഗ് നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം തന്നെയാണ് സതീശൻ മുഖ്യമന്ത്രി ആയി വരാനുള്ള ചെറിയൊരു കാരണം. കേരളത്തിലെ ജനങ്ങൾ
വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷം നൽകി UDF അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 102 അംഗ ഭൂരിപക്ഷം എന്ന് പറയുന്നത് സമകാലിക ചരിത്രത്തിൽ ഇല്ലാത്തതായിരുന്നു. ശരിയാണ്, ആ 102 കണ്ടേരത്താണ് വേണുഗോപാലിന് കിളി പാറിയത്. അത്ര വരെ മുഖ്യമന്ത്രിയായി ഞാൻ ഒരിക്കലും നിൽക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ തന്നെ മുഖ്യമന്ത്രി എന്ന നിലപാടിലായിരുന്നു. അപ്പോൾ ആ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു സർക്കാർ കേരളത്തിലുണ്ടാകും, UDF സർക്കാർ. ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് ഇതിനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. ഇതൊരു 5 ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഇത്ര വഷളാവില്ലായിരുന്നു. ഈ തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കുന്നു. പ്രിയങ്കരനായ VD സതീശനാണ് മുഖ്യമന്ത്രി. വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആ തീരുമാനം എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ അറിയാലോ എല്ലാവരും അംഗീകരിക്കുന്നു. ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിലും ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചിരിക്കും. ഞങ്ങളും അത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. അദ്ദേഹം പുറത്തേക്ക് പോയത് സത്യമാണ്. പുറത്തേക്ക് പോയി. എന്തായാലും മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നടന്ന ആളല്ലേ, വിഷമം ഇല്ലാതിരിക്കില്ല. KC വേണുഗോപാൽ ഈ മത്സരത്തിൽ ഏറ്റവും യോഗ്യനായ നേതാവായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ KC വേണുഗോപാലിനെ മറ്റേതോ ഒരു ഉപഗ്രഹത്തിൽ നിന്ന് വന്ന ആളെന്ന നിലയിൽ ചിത്രീകരിക്കാനും അദ്ദേഹത്തെ വളഞ്ഞിട്ടാക്രമിക്കാനും വ്യക്തിപരമായി തേജോവധം ചെയ്യാനും ഗൂഢമായ അധാർമികമായ ഒരു നീക്കം കേരളത്തിൽ നടന്നു. അധികാരമോഹം തലക്ക് പിടിച്ചപ്പോൾ ഇത്രയും സീറ്റ് കിട്ടാൻ കാരണമായ വ്യക്തിയെ കൂടി നിരാശപ്പെടുത്തി. ഇതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. 4.5 പതിറ്റാണ്ട് കാലം കേരളത്തിൽ പൊതുരംഗത്ത് സജീവമായ കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വളരെയേറെ സംഭാവനകൾ ചെയ്ത ഏറ്റവും ധീരനായ ഒരു നേതാവിനെ ഏറ്റവും ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഈ തരത്തിൽ നമുക്ക് കാണാതെ പോയിക്കൂടാ. വേണുഗോപാലിനെതിരെ എങ്ങനെയാണ് പ്രശ്നം നടന്നതെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്ന ഉറച്ച നിലപാട് എടുത്തോടുകൂടിയാണ് ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞത്. അതിനെ പ്രതിരോധിക്കാൻ ബാധ്യത ഉണ്ടായിരുന്ന പാർട്ടി ലീഡർഷിപ്പ് അതിനെ പ്രതിരോധിക്കാത്തത് കൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ജനങ്ങൾ പോലും ആ ഒരു ക്യാമ്പയിനെ ഏറ്റെടുക്കാൻ തയ്യാറായത്. തെറ്റിദ്ധരിക്കപ്പെട്ടു. ഭരണം കിട്ടുന്നതുവരെ എല്ലാവരും ഒറ്റക്കെട്ട്. ഭരണം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിയാകാൻ തമ്മിലടിയും. തീർച്ചയായിട്ടും KC വേണുഗോപാൽ എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിനെ ഈ CPM-ന്റെ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ വേട്ടയാടൽ നടന്നൊരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരുന്ന നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. സംഗതി എല്ലാം ശരിയായിരിക്കാം. അദ്ദേഹത്തിന് പോലൊരു നേതാവ് സ്വന്തം വില കളഞ്ഞു കുടിച്ചു. നന്ദാവനം പോലീസ് ക്യാമ്പിൽ ഉൾപ്പെടെ അദ്ദേഹം ഏറ്റുവാങ്ങിയ ക്രൂരമായ മർദ്ദനങ്ങൾ, അതിലൂടെ KSUവിനെ യൂത്ത് കോൺഗ്രസിനെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവന്നൊരു നേതാവാണ് വേണുഗോപാൽ. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പാർലമെന്റിനകത്ത് അദ്ദേഹം നടന്ന പോരാട്ടം കണ്ടിട്ടില്ലേ? ആ KC വേണുഗോപാലിനെയാണ് ഇവിടെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. ഇയാൾ ചിരിപ്പിച്ച് കൊല്ലും. ഇയാൾക്ക് തലക്ക് ഓടമല്ലേ? വേണുഗോപാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. എവിടെയാണ് പിന്നിൽ ഒരു സമ്മർദ്ദ നീക്കം ഉണ്ടെന്ന് കരുതുന്നു? അതിശക്തമായ സംഘടിത നീക്കം ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ട്. അതിശക്തമായ സംഘടിത നീക്കം KC വേണുഗോപാലിനെ ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഈ സന്തോഷകരമായ സാഹചര്യത്തിൽ ആ വശം കൂടി നമ്മൾ കാണണം. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സതീശനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ നിങ്ങളും നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാരും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ന്യായീകരിച്ചിട്ട് കാര്യമില്ല. സതീശനെ കേരളത്തിന് മുഖ്യമന്ത്രിയായി AICC പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേരുകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് പ്രധാനമായിട്ടുള്ളത്. ഹൈക്കമാൻഡ് തീരുമാനിച്ചു. ആ തീരുമാനം കേരള ജനതയ്ക്കൊപ്പം ഞങ്ങളും അംഗീകരിക്കുകയാണ്. പരിപൂർണമായും അംഗീകരിച്ചിരിക്കുന്നു. തീർച്ചയായും ലീഗിൻ്റെ ഉറച്ച നിലപാടുകൾ സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നതിൽ നിർണായക പങ്കുവച്ചിട്ടുണ്ട്. മര്യാദ അനുസരിച്ചുള്ള ഒരു തീരുമാനമായിരുന്നെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കുമായിരുന്നില്ല. അതാണ് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സതീശൻ ആകുമെന്ന്. ഈ സതീശൻ വന്നതിൻ്റെ അല്ല ആ രീതിയിലുള്ള ഒരു സമീപനമായിരിക്കേണ്ടിയിരുന്നില്ല ഹൈക്കമാൻഡ് സ്വീകരിക്കേണ്ടിയിരുന്നത്. ശരിയാണ്, ഹൈക്കമാൻഡ് വലിയൊരു മണ്ടത്തരമാണ് ചെയ്തത്. കാരണം ജനവികാരം ഒന്നും മനസ്സിലാക്കാതെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കി പ്രഖ്യാപിച്ച വഴിയായിരുന്നു. അതായത് ഇതിനാണെങ്കിൽ ഇത്രയും താമസിപ്പിക്കേണ്ട കാര്യം എന്നായിരുന്നു? ഒരു മാനദണ്ഡവും സ്വീകരിച്ചില്ല. എല്ലാ മാനദണ്ഡവും സ്വീകരിച്ചിട്ട് ചെയ്യാനായിരുന്നെങ്കിൽ ഇത്രയും താമസിച്ചത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക. എല്ലാ മാനദണ്ഡങ്ങളും സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിന്നതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഇത്രയും ദിവസം എടുത്തു, എന്നിട്ടെന്ത് മാനദണ്ഡം? ചെന്നിത്തലയും മനസ്സിൽ കൊണ്ട് നടന്നതായിരുന്നു. പണി പാളി.
അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം നേടാൻ UDF സാധിച്ചു. ഇന്ന് സത്യം പറഞ്ഞാൽ അടുത്ത ദിവസമാണ് തിങ്കളാഴ്ച കൊണ്ടുവന്ന് കേട്ടു. ഇന്ന് മിസ്റ്റർ സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് നല്ല രീതിയിൽ സാമൂഹ്യ നീതിക്ക് അധിഷ്ഠിതമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നു, എന്തൊരു അഭിനയം! കുറച്ച് ദിവസം മുമ്പിൽ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്. സതീശൻ വന്നാൽ എൻ്റെ രോമത്തിൽ തൊടുകില്ല. ഭയങ്കര ഡയലോഗായിരുന്നു. ഇപ്പം എല്ലാം പോയോ? സതീശനായ എനിക്ക് എൻ്റെ ചുക്കാണ്, എൻ്റെ രോമത്തിൽ തൊടുവായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പോകും. ആരായാലും എനിക്കൊരു ചുക്കുമില്ല. അതൊക്കെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് അവർ തീരുമാനിച്ചോളൂ. അവരുടെ കൊച്ചു അവിടെ വളം, ആ കുളത്തിൽ വേണം ആര് ചത്താലും എനിക്കൊരു ചുക്കുമില്ല.